ഇതൊരു ശനിയാഴ്ച വൈകുന്നേരം കേട്ടോ. മോൾക്ക് ട്യൂഷനുണ്ട്, അയാളെ കൊണ്ടാക്കാനായിട്ട് പോയി. അയാൾ പിന്നെ കയറിപ്പോയി കേട്ടോ. ഞാൻ പിന്നെ വരുന്ന വഴിയിൽ കുറേ പ്രകൃതി സംഭവങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലോട്ട് പകർത്തിയെടുത്തു. നമുക്കിന്ന് പ്രധാനമായിട്ട് ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, കർക്കിടക കഞ്ഞി. അത് ഞാൻ രാവിലെ തന്നെ ഞാവരയും പയറും കുറച്ച് ഉലുവയും ജീരകവും എല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ച് അത് കഴുകി വാരി നമുക്ക് ഈ കുക്കറിലിട്ടിട്ട് വേവിക്കാം. കുക്കറിൽ ഒരു 3-4 വിസിൽ വേണം കേട്ടോ. നന്നായിട്ട് വേവണം. ഇത് വേവ് കൂടുതലായതുകൊണ്ട് ഒരു 3-4 വിസിൽ അടിക്കണം. അപ്പം നമ്മൾ കുക്കറിലോട്ട് അതെല്ലാം ഇട്ട് അടച്ച് നമുക്കൊന്ന് വിസിൽ വരാൻ വേണ്ടി നിൽക്കാം. അപ്പോഴേക്കും പുറത്താണെങ്കിൽ നല്ല മഴ, അതൊക്കെ പോയെന്ന് വീഡിയോട്ടാക്കി. നല്ല മഴ. അപ്പോഴേക്കും ഇവിടെ പടം വരപ്പ് കിടക്കും കേട്ടോ. ഞങ്ങൾ തമ്മിലൊരു ചലഞ്ച് വെച്ചേക്കുവാണ്. ഇനി ബേക്കർ സാധനമോ മുട്ടായിയോ ഒന്നും ചോദിക്കരുത്, അതിന് പകരം കളർ പെൻസിലോ ബുക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന്. അയാൾക്കും സമ്മതം, എനിക്കും സമ്മതം. അതൊക്കെ വരയ്ക്കുന്നത് കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വിസിലടിച്ച് തുടങ്ങി. പിന്നെ 3-4 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ആൾ അവിടെ നിന്നുകൊണ്ട് പറയുക, ഞാൻ ഇന്ന് ഒരുപാട് നേരം പഠിച്ചമ്മേ, 2, 3, 4 അങ്ങനെ എണ്ണുക. അത് കേട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് മധുരം വേണമെങ്കിൽ മധുരം ചേർക്കാം കേട്ടോ. ഞാനിവിടെ മധുരത്തിനായിട്ട് ചേർത്തത് കരിപ്പെട്ടിയാണ്. പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയതും കൂടെ ഇട്ട് ഞെവിടി കലക്കി വെച്ച്. ഇതിനകത്ത് പൊടിയുണ്ട് കേട്ടോ ചേർക്കാൻ. നമുക്ക് എല്ലാ ആയുർവേദ ഷോപ്പിലും കിട്ടും. കഞ്ഞിക്കൂട്ടിനുള്ള പൊടി മേടിക്കാൻ കിട്ടും കേട്ടോ. അതൊക്കെ ഒന്നുകൂടെ ഇളക്കി ഒന്ന് സിമ്മിലാക്കി വെച്ച് 2 മിനിറ്റും കൂടെ ഇളക്കിയിട്ട് നിങ്ങൾ അടച്ച് വെക്കണം. പിന്നെ കഴിക്കാറാകുമ്പോഴത്തേക്ക് എടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇങ്ങനെ ആയിട്ടിരിക്കും, ഇത് കുറുകിയിരിക്കും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. മധുരം വേണ്ടാത്തവർക്ക് വേണ്ട കേട്ടോ, കരിപ്പെട്ടി ഇടണം നിർബന്ധമൊന്നുമില്ല. അപ്പോഴേക്കും നമുക്കിവിടെ കഞ്ഞിയെല്ലാം റെഡിയായി. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ ഈ കഞ്ഞി. എനിക്കും മോൾക്കും അണ്ണനും മോനും എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ചെറിയ ചൂടോടെ വേണം കേട്ടോ കഞ്ഞി കുടിക്കാൻ, എന്നാണ് എൻ്റെ ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് ആസ്വദിച്ച് കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് കഞ്ഞി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യണേ. ടാറ്റാ.